തുടരുമെന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില മിസ്റ്റേക്കുകളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തുടരും സിനിമ സൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടുകയാണ്. ഞാൻ ആ സിനിമ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ്. എന്നാൽ ഈ സിനിമയിലെ ചില സീനുകളിൽ എനിക്ക് ചില മിസ്റ്റേക്കുകൾ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഈ മിസ്റ്റേക്കുകൾ പറയുന്നത് കൊണ്ട് ഈ സിനിമ ഒരു മോശം സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു സൂപ്പർ ചിത്രം തന്നെയാണ് തുടരും. അപ്പോൾ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ ചില മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ്. ബെൻസാണ് പയ്യന്റെ അച്ഛനെന്ന് ജോർജ് സാർ അറിഞ്ഞിട്ടാണോ അതോ അറിയാതെയാണോ കാറിൽ ഡെഡ് ബോഡി ഇട്ട് അവനെയും കൊണ്ട് രാത്രി യാത്ര ചെയ്തതെന്ന് കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന്. എന്നാൽ പയ്യന്റെ കുടുംബവും വേറബോട്ട്സും നേരത്തെ തന്നെ ജോർജ് സാർ അന്വേഷിച്ചു കാണുമല്ലോ. ആ സമയത്ത് ബെൻസ് രണ്ടാനച്ഛനാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. ബെൻസിനെ ആദ്യം കാണുമ്പോൾ ചെറിയൊരു അന്താളിപ്പ് ജോർജ് സാറിനുണ്ട്. അപ്പോൾ ആകസ്മികമായി ബെൻസിന്റെ വണ്ടിയിലാണ് ബിനു പപ്പു ഡെഡ് ബോഡി ഇട്ടതെന്ന് മനസ്സിലായപ്പോൾ ബെൻസിനെ കൊടുക്കാൻ വേണ്ടി ജോർജ് സാർ ഇട്ട പ്ലാനാണോ, അതോ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബെൻസ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണോ ജോർജ് സാർ മനസ്സിലാക്കുന്നത് ബെൻസാണ് പയ്യന്റെ അച്ഛനെന്ന്? ഇതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സിനിമയിൽ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, ജട്ടി മാത്രമിട്ട പയ്യന്റെ ബോഡിയാണ് ബിനു പപ്പു ചാക്കിൽ കയറ്റുന്നത്. നമ്മളൊക്കെ പേഴ്സ് പാൻറ്റിന്റെ പോക്കറ്റിലാണ് വെക്കാറ്. ജട്ടിയുടെ പോക്കറ്റിൽ പേഴ്സ് വെക്കുന്ന വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. പയ്യന്റെ ഷർട്ടും പാൻസും ഒന്നും ചാക്കിലോ ഡിക്കിയിലോ കയറ്റുന്നത് കണ്ടില്ല. അത് പിന്നീട് കണ്ടെടുക്കുന്നതും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊന്നും സ്പൂൺ സ്പീഡ് ചെയ്ത് കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും പേഴ്സ് എന്നത് അത്രയും ക്രൂഷ്യലാണ് സിനിമയിൽ. അപ്പോൾ അത് വ്യക്തമായി കാണിക്കാതിരുന്നതിൽ ഒരു വ്യക്തതക്കുറവ് ഫീൽ ചെയ്തു. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഒരു കൊലപാതകം ചെയ്താൽ അത് പരമാവധി വേറൊരാൾ അറിയാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. കാരണം അത് വളരെ റിസ്ക് ആണ് പുറത്തു പോകാൻ. ഇവിടെ സ്വതവേ കാഴ്ചയിൽ തന്നെ ലോലനായ ഫർഹാൻ ഫാസിലിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നത് വൻ അബദ്ധമല്ലേ? കാരണം അയാളോട് ബിനു പപ്പുവിന് ഒരു ദേഷ്യമുള്ളതുപോലെ ഇടയ്ക്ക് കാണിക്കുന്നുമുണ്ട്. ലീവ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളോട് ദേഷ്യമുള്ള ഒരാളെ വിശ്വാസത്തിലെടുത്ത് ഈ കാര്യം മറയ്ക്കാൻ എന്തിനു കൂടെ നിർത്തണം? അയാൾ ചതിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ? നാലാമത്തെ ഒരു മിസ്റ്റേക്ക്, ബെൻസാണ് പയ്യന്റെ അച്ഛനെന്ന് മനസ്സിലായിട്ടും ഫ്രണ്ട് യാർഡിൽ തന്നെ പയ്യന്റെ ബൈക്ക് വെച്ചത് എന്ത് മണ്ടത്തരമാണ്. ഇത്രയും ക്രൂഷ്യലായി കാര്യങ്ങൾ നീക്കുന്ന ബിനു പപ്പുവും ജോർജ് സാറും ആ ബൈക്ക് ഫ്രണ്ടിൽ നിന്ന് മാറ്റാഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ബെൻസിനെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ടും. ബൈക്ക് ഈസി ആയിട്ട് ബാക്ക് യാർഡിൽ മാറ്റി നിർത്താവുന്നതേയുള്ളൂ. ബെൻസിന്റെ അംബാസഡർ ബാക്ക് യാർഡിൽ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇത്രയും കെയർഫുള്ളായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ അവർ ചെയ്തില്ല എന്നത് അത്ഭുതപ്പെടുത്തി. അടുത്തത് അഞ്ചാമത്തെ മിസ്റ്റേക്ക്, പേഴ്സ് കിട്ടി അത് എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ബെൻസ് നടത്തിയതിനു ശേഷമാണ് വന്നിട്ട് രാത്രി പേഴ്സ് തപ്പുന്നത്. ആദ്യമേ അത്രയും സംശയമുള്ള ഒരാൾ ആ പേഴ്സ് പോയി തപ്പുകയല്ലേ നോർമൽ രീതിയിൽ ചെയ്യുക? ഇത്രയും സംശയങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം തോന്നിക്കാണും. നിങ്ങൾക്ക് ഈ സംശയങ്ങൾക്കുള്ള ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. തുടരുമെന്ന സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടരും സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.